മുത്തങ്ങ ദേശീയപാതയിലൂടെയൊക്കെ പലരും സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് പെട്ടെന്ന് കണക്ട് ആവും. കാരണം നിങ്ങൾ സഞ്ചരിക്കുകയാണെങ്കിൽ കയ്യിൽ ഒരു കവറുമായി കുട്ടികളും മുതിർന്നവരും ഒക്കെ ഈ ഒരു സമയത്ത് നിൽക്കുന്നത് കാണാം. അപ്പോൾ അത് വാഹനമൊക്കെ നിർത്തി അവരുടെ കയ്യിൽ നിന്നും ഇത് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ അത് അത്രത്തോളം മനോഹരമാണ് എന്ന് പലർക്കും ഇപ്പോൾ മനസ്സിൽ തോന്നും. പക്ഷേ നിങ്ങൾ വാങ്ങിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതറിയണം, നല്ല ചവർപ്പും മധുരവും ഒക്കെയുള്ള കാട്ട് നെല്ലിക്കയാണ് ആ കവറുകളിൽ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വാഹനങ്ങൾക്ക് മുന്നിലേക്ക് കൈ കാണിക്കുന്നത്. സീസൺ ആയാൽ ഈ വനാതിർത്തിയിലെ ഗോത്ര വിഭാഗങ്ങളുടെ ഒരു വരുമാന മാർഗമാണ് ഈ കാട്ട് നെല്ലിക്ക വിൽപ്പന. വയനാടൻ കാടുകളിൽ ഇപ്പോൾ നെല്ലിക്ക കാലമാണ്. മുത്തങ്ങ വഴി കടന്നുപോകുന്ന ദേശീയപാതയിൽ കാട്ടുനെല്ലിക്ക വിൽപ്പനയും സജീവം. ഉൾവനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന നെല്ലിക്ക കവറുകളിലാക്കിയാണ് ഗോത്രവിഭാഗക്കാർ വിൽപ്പന നടത്തുന്നത്. 1/2 കിലോ നെല്ലിക്കയ്ക്ക് 50 രൂപയാണ് വില. വിൽപ്പനയിൽ മുതിർന്നവർക്കൊപ്പം കുട്ടികളും സജീവമാണ്. ഈ സീസണിൽ ഇവരുടെ പ്രധാന വരുമാന മാർഗമാണ് നെല്ലിക്ക വിൽപ്പന. കാട്ടിന ദൂരെ പോണു നെല്ലിക്കക്ക്, അടുത്തൊന്നില്ല, ഒരു പണിയില്ല. നെല്ലിക്ക വിറ്റ ഒരു 10 രൂപ കിട്ടും, അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ പൈസ കിട്ടും. കാട്ടിലെ നെല്ലിക്ക സീസൺ ഏതാണ്ട് 1 മാസം കൂടി തുടരും. അതുവരെ ദേശീയപാതയോരത്തെ നെല്ലിക്ക വിൽപ്പനയും തുടരും. നെല്ലിക്ക 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 നെല്ലിക്ക. മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട്ടിൽ നിന്നും കമലാണ് നമ്മുടെ കൂടെ ഉള്ളത്. കമൽ, ശരിക്കും ഈ കാട്ടുനെല്ലിക്ക ഞാൻ കഴിച്ചിട്ടില്ല, പക്ഷെ ഇത് പറഞ്ഞപ്പോൾ ഒന്ന് വാങ്ങി കഴിച്ചാലോ എന്നുകൂടി തോന്നുന്നുണ്ട്. അപ്പോൾ കമലിന് അറിയാമായിരിക്കുമല്ലോ അതിന്റെ ടേസ്റ്റും മറ്റു കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും. ഇനിയിപ്പോൾ വാഹനങ്ങളൊക്കെ അതുവഴി പോവുകയാണെങ്കിൽ ശരിക്കും ഒന്ന് നിർത്തി വാങ്ങുകയൊക്കെ ചെയ്യണമല്ലേ. അതിന്റെ ഒരു ടേസ്റ്റിനെ കുറിച്ചും മാത്രം നമ്മൾ സംസാരിച്ച് പോയാൽ പോരാ, കുറെ മനുഷ്യരുടെ വരുമാന മാർഗം കൂടിയാണതല്ലേ. വയനാട്ടിലെ കാടുകളിൽ ഇത് നെല്ലിക്കയുടെ സീസണാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ റോഡരികിൽ കാണുന്നത്. മുത്തങ്ങ ഭാഗത്തുള്ള കാട്ടുനായ്ക്ക ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഇത്തരത്തിൽ വനവിഭവങ്ങൾ ശേഖരിച്ച പുറത്ത് വിൽക്കുന്നവരാണ്. അതിൽ മുതിർന്നവരും കുട്ടികളും ഒക്കെ ഇപ്പോൾ ഈ കാട്ടുനെല്ലിക്കയുമായി റോഡരികിൽ വിൽക്കാൻ നിൽക്കുന്നത് കാണാം. ഇപ്പോൾ ദേശീയപാതയിലാണെങ്കിൽ നല്ല വാഹന തിരക്കാണ്. ദസറ കാണാൻ മൈസൂരിലേക്ക് പോകുന്നവർ, പൂജാ അവധിക്കായി ബംഗളൂരുവിൽ നിന്നും മൈസൂരിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നവർ, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിറയെ വാഹനങ്ങളാണ്. അപ്പോൾ ഇവരിങ്ങനെ കവറുകളിൽ നെല്ലിക്കയുമായി റോഡരികിൽ നിൽക്കും. ഒരുപാട് വാഹനങ്ങൾ നിർത്തി നെല്ലിക്ക വാങ്ങിക്കുന്നുണ്ട്. 1/2 കിലോ നെല്ലിക്കയ്ക്ക് 50 രൂപ മാത്രമാണ്. പ്രത്യേകിച്ച് കാട്ടിൽ നിന്ന് കിട്ടുന്ന യാതൊരു ദൂഷ്യവുമില്ലാത്ത, ഏതെങ്കിലും തരത്തിൽ രാസവസ്തുക്കളൊന്നും ചേരാത്ത, പ്രകൃതിയോട് അത്രയും അടുത്ത് നിൽക്കുന്ന വനവിഭവങ്ങളാണ് കാട്ടുനെല്ലിക്കയൊക്കെ. സാധാരണ കടയിൽ കിട്ടുന്നതിനേക്കാൾ ഇത്തിരി ചവർപ്പൊക്കെ കൂടും, പക്ഷെ ഗുണം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ഭാഗത്തുകൂടി കടന്നു പോകുന്നവരൊക്കെ കാട്ടുനെല്ലിക്കയാണ്, ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മനുഷ്യർ ഇപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഇങ്ങനെ കുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ ഇത് വിൽക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഈ റിപ്പോർട്ട് കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും തന്നെ ഇങ്ങനെ ആ വഴിയൊക്കെ ഒന്ന് പോവുകയാണ് എന്നുണ്ടെങ്കിൽ, അവധിയൊക്കെ ആയിരിക്കുമല്ലോ, നിങ്ങൾ ഒരുപക്ഷെ അങ്ങോട്ടേക്കൊക്കെ പോകാൻ പ്ലാൻ ഇടുന്നുണ്ടാകും. അപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങുന്നത് നല്ലതായിരിക്കില്ലേ, ഒന്ന് ചിന്തിക്കുക. ശരി.